iPhone 15 6 മാസത്തിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോഴേക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഐഫോൺ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കാനുള്ള കാര്യം എന്താ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് iPhone 15 ഏറ്റവും ബെസ്റ്റ് ഐഫോൺ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14 എടുത്താലും 13 എടുത്താലുള്ള പ്രശ്നം അതിലൊക്കെ ഡൈനാമിക് ഹെൽത്ത് എന്ന ഓപ്ഷൻ വരില്ല. ഇത് പ്രോ മോഡലുകളിൽ മാത്രം കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഈ ഫോണിലും വരുന്നതുകൊണ്ട് തന്നെ ഒരു പുതിയ ഐഫോൺ ഉപയോഗിക്കുന്ന ഒരു ഫീൽ കിട്ടും എന്നുള്ളതാണ് ഈ ഫോണിൻ്റെ ഒരു ഘടകം. രണ്ടാമത്തെ മെയിൻ ഘടകം USB-C പോർട്ടാണ്. വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ആ ലൈറ്റ്നിങ് ചാർജർ കൊണ്ടു നടക്കേണ്ട, എവിടെ ചെന്നാലും ആരുടെ കയ്യിൽ നിന്നും ചാർജർ വാങ്ങിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. സോ ഈ രണ്ട് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ iPhone 15 പകരം വേറൊരെണ്ണം 14 എടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അതിനേക്കാൾ ഈ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമായിട്ടും നല്ല കാര്യങ്ങളാണ്. iPhone പൊതുവെ ആൾക്കാർ എടുക്കുന്നത് പെർഫോമൻസ് നോക്കിക്കൊണ്ടാണ്. സോ ഈ ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A16 ബയോണിക് ചിപ്സെറ്റാണ് വരുന്നത്. ഒരു വിഷയമില്ല ഇതുവരെ ഉപയോഗിച്ചതിൽ നിന്നും. ഇത്രയും കാലത്തിന് ശേഷം നോക്കുമ്പോൾ യാതൊരു അനക്കവുമില്ല. സെറ്റ് ലേറ്റസ്റ്റ് iOS വെർഷൻ ഒരു വിഷയവും ഇല്ലാണ്ട് നൈസായിട്ടുള്ള പെർഫോമൻസ് കിട്ടും. ഒരേ ഒരു കാര്യം, ഗെയിമിങ്ങിനൊക്കെ നിങ്ങൾ ഈ ഫോൺ എടുക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞ് കൂട്ടിച്ചേർക്കുകയാണ്. ഒന്ന് പ്രൊമോഷൻ ഡിസ്പ്ലേ അല്ല, അതായത് 120 FPS ഒന്നുമില്ല, 90 FPS ഗെയിം കളിക്കാവുന്ന 60 Hz ഡിസ്പ്ലേ ആണ്. സോ അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ 60 Hz ഒരു പെർഫോമൻസ് കിട്ടുള്ളൂ. അതൊരു വലിയ പോരായ്മയാണ് ഈ ഫോണിൻ്റെ. കാരണം ഈ പ്രൈസിന് 120 Hz ഒക്കെ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. 10,000 രൂപ ഫോണിൽ പോലും 90 Hz എങ്കിലും കാണുന്നുണ്ട് നമ്മൾ. സോ ഇവിടെ ഒരു വലിയ പോരായ്മയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഗെയിം കളിക്കാനാണ് എടുക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ നല്ലതിൻ്റെ പ്ലസ് മോഡൽ എടുക്കുകയാണെങ്കിൽ 10,000 രൂപയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ ഗംഭീര ബാറ്ററി ലൈഫുള്ളൊരു ഫോൺ, ഇതിന് കൂടി വലിയ ഡിസ്പ്ലേ, കുറച്ചും കൂടി വലിയ എക്സ്പീരിയൻസ് ഗെയിമിങ്ങിൽ കിട്ടും. സോ ഗെയിമിങ്ങിന് നമ്മൾ ഇത് എടുക്കാൻ വരുമ്പോൾ ഒന്ന് ആലോചിക്കുക. അല്ലാത്ത പക്ഷം എനിക്കൊരു കോമ്പാക്ട് ഫോണാണ് വേണ്ടത്, അതിൽ കിട്ടിലും പെർഫോമൻസ് വേണമെങ്കിൽ 15 6 മാസം ശേഷം ഞാൻ പറയുന്നു ഗംഭീര സാധനമാണ്. ഇനി ഐഫോൺ പലരും എടുക്കുന്ന രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. ക്യാമറയിൽ എനിക്ക് വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല, ബെസ്റ്റാണ്. സാമ്പിളുകൾ കണ്ടോളൂ. അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കാം. അത് മെയിൻ ക്യാമറ കൊണ്ടും സെൽഫി ക്യാമറ കൊണ്ടും 4Kയിൽ ഗംഭീരമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ എൻ്റെ ഐഫോൺ കൊണ്ട് തന്നെ 15 Pro Max കൊണ്ട് തന്നെയാണ് മിക്കവാറും എൻ്റെ ഔട്ട്ഡോർ വീഡിയോ എല്ലാം എടുക്കുക. ഇതടക്കം iPhone 15 Pro Max കൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. സോ വീഡിയോ ക്യാമറയ്ക്ക് 15 ഇപ്പോഴും ഒരു വിഷയവുമില്ലാത്ത ബെസ്റ്റ് ക്വാളിറ്റി തരുന്നുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം ഗംഭീരമായ ഫോട്ടോസും കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടെന്നാണ്. നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. അതിനനുസരിച്ച് ചൂസ് ചെയ്യാവൂ. കാരണം നമ്മൾ അടിപൊളി ക്യാമറ എന്ന് പറഞ്ഞ് കേട്ട് നിങ്ങളെടുക്കും. നിങ്ങൾ വീഡിയോ എടുത്തതിന് ശേഷം ഇത് അത്ര ഭംഗിയില്ലല്ലോ എന്ന് തോന്നുന്ന അവസ്ഥ വരരുത്. കാരണം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് സാമ്പിളുകൾ കണ്ടു നോക്കിയതിന് ശേഷം തീരുമാനിക്കുക. സോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പെർഫോമൻസും ക്യാമറയും. പൊതുവേ iPhone 15 കാര്യത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടിലും ഇത് എക്സലൻ്റ് ആണ്. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. ഈ ഒരു ഇത്രയും കാലത്തിന് ശേഷവും ഡിസ്പ്ലേ ഒക്കെ സൂപ്പറാണ്. ബ്രൈറ്റ്നസ്സിനൊന്നും ഒരു പ്രശ്നവുമില്ല. 1000 1600 ഔട്ട്ഡോറിൽ 2000 ബ്രൈറ്റ്നസ് വരെ വരുന്നുണ്ട്. വിസിബിലിറ്റിക്ക് യാതൊരു ഇഷ്യൂയില്ല. ഞാൻ ഔട്ട്ഡോറാണ് നിൽക്കുന്നത്, പക്ഷേ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ഒരു പ്രശ്നവുമില്ല. അതേപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡൈനാമിക് ഐലൻഡൊക്കെ വരുന്നുണ്ട്. സോ ഒരു പ്രോ മോഡൽ ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫീൽ തീർച്ചയായിട്ടും കിട്ടും. കാരണം അതിൽ മാത്രമല്ല കഴിഞ്ഞ വർഷം വരെ ഡൈനാമിക് ഐലൻഡ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഇപ്പോൾ ഇവിടെ ഇത് വരുന്നുണ്ട്. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ തന്നെ ഡിസ്പ്ലേയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊമോഷൻ ഇല്ല, 60 Hz ഡിസ്പ്ലേ ആണെന്നുള്ള പോരായ്മ ഓർത്ത് വെക്കുക. അത് ഓക്കെ ആണെങ്കിൽ പിന്നെ വേറെ ഒരു വിഷയമില്ല. ഡിസ്പ്ലേ എക്സലൻ്റ് ആണ്. ബാറ്ററി ലൈഫ്, നിങ്ങൾക്ക് കൂടുതൽ ബാറ്ററി ലൈഫുള്ള ഫോണാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ 15+ എടുക്കുക. അതല്ലാത്ത പക്ഷം ഇതൊരു കോമ്പാക്ട് ഫോണാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എടുക്കുക. ഒരു ദിവസമൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഒരു ഹെവി ബാറ്ററി ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്ലസ് എടുക്കുക. അല്ലാത്ത പക്ഷം ഒരു കോമ്പാക്ട് ഫോണിൽ കിട്ടേണ്ടുന്ന ഡീസൻറ്റ് ബാറ്ററി ലൈഫ് ഫോൺ തരുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. 15 വാട്ടിനെയാണ് ഫാസ്റ്റ് ചാർജിങ്. ചാർജറൊന്നും ബോക്സിൽ ഉണ്ടാവില്ല. ഈ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞാൽ തന്നെയും 20 വാട്ടൊക്കെ തന്നെയുള്ളൂ. അതിനേക്കാളും വലിയ ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ നല്ല ബാറ്ററി ലൈഫുള്ള ഫോണാണെന്ന് പറയാം. പിന്നെ ഈ പ്രൈസിന് ഈ ചാർജിങ് ഇതൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഇതൊക്കെ ഇതിൻ്റെ പോരായ്മയായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ. അതായത് നെഗറ്റീവായിട്ട് തന്നെ എടുക്കുക. കാരണം ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യും, ചേട്ടൻ നെഗറ്റീവ് ഒന്നും പറഞ്ഞില്ല. ഈ പറയുന്നതൊക്കെ നെഗറ്റീവാണ്. സോ മൊത്തത്തിൽ iPhone 15 എന്ന ഫോൺ 6 മാസം ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മൊത്തത്തിൽ അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ 15+ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ഗംഭീരമായിരുന്നു. ഇതും ഇത്രയും കാലത്തിന് ശേഷം നോക്കുമ്പോൾ ഗംഭീരമായിട്ട് തന്നെ ഉണ്ട്. സോ ഇപ്പോൾ വാങ്ങിക്കാവുന്നതിലേക്ക് വെച്ച് ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി നോക്കുന്ന, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ബെസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഇതാണ്. അതായത് 62,000 രൂപ പ്ലസ് ബാങ്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ 62,000 രൂപയ്ക്ക് തന്നെ 14 കിട്ടും. ഇത് 73,000 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് Type-C പോർട്ടും വേണ്ട, ഡൈനാമിക് ഐലൻഡൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ 14 എടുത്താലും മതി. അതിനും ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതൊക്കെ ഇനി അങ്ങോട്ട് വേണം. Type-C എന്തായാലും അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് 15 എടുക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ 15 തന്നെ എടുക്കുക. സോ ആഫ്റ്റർ 6 മാസത്തിന് ശേഷം സംഗതി നന്നായിട്ട് തന്നെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. യാതൊരു പരാതികളും iPhone 15 കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങൾ ആരെങ്കിലും iPhone 15 ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക. എന്നിട്ട് താല്പര്യമായെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. സോ അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.